അയ്യോ അച്ചായ പോകല്ലേ, അയ്യോ അച്ചായ പോകല്ലേ. ഈ വിളി എവിടെയെങ്കിലും കേട്ടതായി ഓർക്കുന്നുണ്ടോ? അയ്യോ അച്ചായ പോകല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അയ്യോ അച്ചാ പോകല്ലേ എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അയ്യോ അച്ചായ പോകല്ലേ എന്ന് നിലവിളി കേട്ടു. എവിടെയാണെന്ന് അറിയണ്ടേ? തൃക്കണ്ണമംഗലം തട്ടത്ത് ഓർത്തഡോക്സ് പള്ളി. സംഭവം എന്താണെന്ന് അറിയാമോ? പറയാം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് പള്ളി പൊതുയോഗം ഒരു നിരപരാധിയായ പാവം പയ്യനെ കൈക്കാരനായി, അതായത് ട്രസ്റ്റിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, ഗുണനിലവാരം സവിസ്തരമായി ഒരു പരാതിയായി ഏതോ കുബുദ്ധികൾ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കും ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്കും എഴുതി അയച്ചു. ഇത് കിട്ടിയ പാടെ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നിർദ്ദേശപ്രകാരം ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുപ്പിന് അംഗീകാരം കൊടുക്കാതെ അയാളെ കളങ്കിതനാക്കി തിരഞ്ഞെടുപ്പ് റദ്ദാക്കി കൽപ്പന വികാരിക്ക് കൊടുത്തു. ഈ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കാൻ പല ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ അരമനയിൽ ചെന്നുവെന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. അത്രയ്ക്ക് സമൂഹത്തിന് വേണ്ടപ്പെട്ടയാളാണ് പുതിയ കൈക്കാരൻ. അയ്യോ മറന്നു, ആ കൈക്കാരൻ ആരാണെന്ന് പറഞ്ഞില്ല. ആ കൈക്കാരനാണ് സാക്ഷാൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അനിൽ ETC എന്ന അനിൽകുമാർ. ഇദ്ദേഹത്തെ കുറിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കും ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്കും കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ സഭയുടെ കൊട്ടാരക്കര B.Ed കോളേജിൽ ക്ലർക്കാണെന്നും സർക്കാരിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് കിട്ടിയ ധനസഹായം ലക്ഷങ്ങൾ അടിച്ചുമാറ്റി തിരിമറി നടത്തി പോലീസ് കേസും കോടതി ജാമ്യവുമായി നടക്കുന്ന ഇയാളെ പള്ളി ട്രസ്റ്റിയായി ചുമതല നൽകിയാൽ പള്ളി ഭണ്ഡാരവും അടിച്ചു മാറ്റുമെന്നും അങ്ങനെ വന്നാൽ വീണ്ടും കോടതി കയറാൻ ഈ പാവം പയ്യന് അവസരമുണ്ടാകുമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പണവും ഭണ്ഡാരവും അടിച്ചുമാറ്റലും തിരുമറിയും കോടതിയിലും കേസും ഒക്കെ കേട്ടപ്പോൾ ഭദ്രാസന മെത്രാപ്പൊലീത്ത പേടിച്ചു. എന്തിനേറെ പറയുന്നു, പരിശുദ്ധ കാതോലിക്ക ബാവയും പേടിച്ചു. ഒരു നിമിഷം കണ്ണും പൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചുവെന്നാണ് കണ്ടുനിന്ന ഒരു വിശ്വാസി ഞങ്ങളോട് പറഞ്ഞത്. കോളേജിലെ പണം തിരുമറി നടന്നതും പോലീസ് കേസെടുത്തതും ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുത്തതും ഒക്കെ ശരിയാ. അതാർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ചിലർക്ക് പണം കാണുമ്പോൾ അത് അടിച്ചു മാറ്റണമെന്ന ഒരു വാസന ജന്മനാ കിട്ടും. ഇയാൾക്ക് അതുണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെ ആരെങ്കിലും സംശയിച്ചായിരിക്കും പള്ളി ഭണ്ഡാരം കണ്ടാൽ അടിച്ചോണ്ട് പോകുമെന്ന് കരുതി പരാതി കൊടുത്തത്. ഈ പാവം അനിൽ ETCയെ ഇങ്ങനെ ആക്ഷേപിക്കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു ട്രസ്റ്റിയാകാൻ. വികാരി നേരത്തെ, അതായത് പൊതുയോഗത്തിന് മുൻപേ തന്നെ പലതവണ നിർബന്ധിച്ചത് കൊണ്ടാണ് സ്ഥാനമേറ്റത്. വിളിച്ചു വരുത്തി ആക്ഷേപിക്കേണ്ടായിരുന്നു. കേസും കോടതിയും ജാമ്യവും ഒക്കെയായി കഴിയുകയാണെങ്കിലും ദേഹത്ത് പറ്റിയ ആ നാണക്കേട് മറയ്ക്കാൻ പാവം പെടുന്ന പാട് ചില്ലറയല്ല. 4 പേർ എവിടെ കൂടുന്നോ അവിടെ ഒക്കെ എപ്പോൾ ഫോട്ടോ എടുത്താലും എവിടെ നിന്നാൽ തൻ്റെ മുഖം നാളെ പത്രത്തിൽ വരും എന്ന് മാത്രം ചിന്തിച്ച് ഇടിച്ചു മുന്നിൽ വന്നിരിക്കും. സഭയുടെ ഏത് പരിപാടിയാണെങ്കിലും പാവം അതിന് മുന്നിലുണ്ടാകും. കാരണം നാണക്കേട് മാത്രമല്ലോ. അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുമ്പോഴാ ഈ കുരിശ് തലയിൽ വീണത്. ഭാവി ചെല്ലുന്നിടമെല്ലാം പാതാളം എന്ന് പറയുന്നത് പോലെയാ. അതങ്ങനെ കണ്ടകശനി കൊണ്ടല്ലേ പോകൂ. സുപ്രസിദ്ധ സുവിശേഷ പ്രാസംഗികനായ ഇപ്പോഴത്തെ വികാരി അച്ഛൻ ഒരു സൂത്രപ്പണിയിലൂടെയാണ് 24-25 വർഷത്തെ ട്രസ്റ്റി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതായത് കാക്കയുടെ വിശപ്പും തീരും, പശുവിന്റെ കടിയും മാറും എന്നുള്ള നാടൻ ചൊല്ലുപോലെ, അതായത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി. അതിനെയാണ് ഇടവക മെത്രാപ്പൊലീത്ത ഈ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച അങ്ങ് പൊളിച്ചടുക്കിയത്. സഭാ മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ വികാരിയാണെന്ന പേരും പറഞ്ഞ് അനിൽ ETCയെ ജയിപ്പിച്ചെടുക്കാൻ രാപ്പകൽ അധ്വാനിച്ച വ്യക്തിയാണ് ഈ അച്ഛൻ. കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന പോളിസിയാണ് ഇദ്ദേഹത്തിന്. കഴിഞ്ഞ സഭാ മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ പണവും മദ്യവും ഒഴുക്കിയാണ് നിങ്ങളൊക്കെ ജയിച്ചു വന്നതെന്ന് വളരെ വ്യക്തമായി പച്ചയ്ക്ക് മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ കാതോലിക്ക ബാവ പറഞ്ഞത് ഇദ്ദേഹത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അനിൽ ETCയെ സംബന്ധിച്ച് പൂർവികർ അധ്വാനിച്ചത് ഒന്നും കൈമുതലായി ഇല്ല എങ്കിലും പലരിൽ നിന്നും അടിച്ചു മാറ്റിയ വൻതുകയിലെ ഒരംശം മാത്രം ചിലവഴിച്ചാൽ മതിയല്ലോ. വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഒന്നും നേടിയിട്ടില്ലല്ലോ. അതിന്റെ നല്ലൊരു വിഹിതം കിട്ടിയ വികാരിക്ക് അനിലിനെ ചെയ്യിപ്പിക്കാൻ രംഗത്ത് വരണമല്ലോ. അതിനാണ് പറയുന്നത് നന്ദി വേണമെന്ന്. അങ്ങനെ വികാരിയുടെ രാപ്പകൽ അധ്വാനത്തിന്റെ ഫലമായി അനിൽകുമാറിന് ലോട്ടറി അടിച്ചു. ഒരു വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് അടുത്ത മാസം
വൈദികരുടെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അനിൽ ETC ട്രസ്റ്റിയായി വരികയാണെങ്കിൽ വികാരിക്ക് ലോട്ടറി അടിക്കും. നല്ലൊരു തുക സെൻഡ് ഓഫിന് ലഭിക്കുമെന്ന് വികാരിയുടെ അതിമോഹമായിരുന്നു ഇടവക മെത്രാപ്പൊലീത്തയുടെ കർശന ഇടപെടലിലൂടെ പൊളിഞ്ഞത്. ഇനി പുതിയ തിരഞ്ഞെടുപ്പ് പള്ളിയിൽ നടത്തേണ്ടി വരും. പാവത്തിന് പകരം വരുന്നവർക്കെതിരെയും പരാതിയുമായി കുബുദ്ധികൾ പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇതിനിടയിൽ കേൾക്കുന്നു, കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ്, അതായത് ഓശാന കഴിഞ്ഞിട്ട് പൂരപ്പാട്ടായിരുന്നുവെന്ന്. അനിലിന്റെ ഫാൻസുകാർ കമ്പോളം എടുത്തുവെന്നും വികാരി കനാൽ റോഡിലൂടെ ഓടി ഒളിച്ചുവെന്നും കരക്കമ്പിയുണ്ട്.